ഹായ് റെയിൽവേ പ്രീവിയസ് ഇയർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ തേർഡ് പാർട്ടാണ് ഇത്. ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് രണ്ട് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ആ വീഡിയോസ് കാണാവുന്നതാണ്. ആൻഡ് ഈ വർഷം നടക്കാനിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസിന് ഉള്ള പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ റെയിൽവേയുടെ എക്സാംസിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എല്ലാ എക്സാംസിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുവഴി വരാനിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ക്ലിയർ ഐഡിയ കിട്ടാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസും നിങ്ങളുടെ പ്രിപ്പറേഷനും നല്ലപോലെ കൊണ്ടുപോകാൻ അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു വീഡിയോസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ദ റേഷ്യോ ഓഫ് ദി ത്രീ നമ്പേഴ്സ് ഈസ് 3:4:5 and the sum of their squares is 1250. Find the sum of the three numbers എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പൊ ആദ്യത്തെ റിലേഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് 3x സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ പ്ലസ് 5x സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് 1250 എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് ആ മൂന്ന് നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് 1250 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ മൂന്നും റേഷ്യോയിൽ തന്നിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 9x പ്ലസ് 16 9x സ്ക്വയർ പ്ലസ് 16x സ്ക്വയർ പ്ലസ് 25x സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടുന്ന് 1250 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് പ്ലസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 50x സ്ക്വയർ എന്ന് വരും. സോ 50x സ്ക്വയർ ഈക്വൽ ടു 1250 എന്ന് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സീറോസ് ക്യാൻസൽ ആകും. 5 ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 25 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞ് 25 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് എക്സ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത് 5 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മൂന്ന് നമ്പേഴ്സിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3x പ്ലസ് 4x പ്ലസ് 5x ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 3x പ്ലസ് 4x പ്ലസ് 5x എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും 5 പ്ലസ് 4 9 9 പ്ലസ് 3 12x ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ആ എക്സിന്റെ പ്ലേസിലേക്ക് ആ ഒരു എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 12 ഇൻറ്റു 5 എന്ന് പറയുന്ന 60 എന്ന് ആൻസർ വരും. സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ 60 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. പിന്നെ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 3x പ്ലസ് 4x പ്ലസ് 5x ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 12ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ബിക്കോസ് 3 പ്ലസ് 4 പ്ലസ് 5 എന്ന് പറയുന്നത് 12 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആ 12ന്റെ മൾട്ടിപ്പിൾ ഏതാണ് എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 50 അല്ല, ദെൻ 90 എന്ന് പറയുന്ന 12ന്റെ മൾട്ടിപ്പിൾ അല്ല, 30 അല്ല, ദെൻ ഓൺലി ഓപ്ഷൻ 60 മാത്രമാണ് നമ്മുടെ 12ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺസ്റ്റന്റ് വാല്യൂ ഡെസിമൽ ആണെങ്കിൽ മേ ബി ആൻസേഴ്സ് മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് സ്റ്റിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പോസിബിലിറ്റി വരുന്ന 90 എന്നൊരു ആൻസറും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് എക്സാമ്പിൾ ലാസ്റ്റിൽ ടൈം ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അപ്രോച്ച്, ഇപ്പം പറഞ്ഞ ഈ ഒരു അപ്രോച്ചും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എ സം വാസ് ഇൻവെസ്റ്റഡ് അറ്റ് 5% compound interest for 2 years and at the end of the period it amounted to rupees 1323. വാട്ട് ഈസ് ദ സം ഇൻവെസ്റ്റഡ്? നമുക്കവിടെ പറയുന്നത് ഒരു പ്രിൻസിപ്പളിനെ 5%-ൽ 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് 2 വർഷം കഴിയുമ്പോൾ ആ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പലിശയും കൂടി ചേർത്ത് 1323 ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആ പ്രിൻസിപ്പൾ എന്നാണ് ചോദിക്കുന്നത്. സോ വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസർ എടുക്കാം. സോ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ ഫോർമുല നമുക്കറിയാം. എമൗണ്ടിന്റെ ഫോർമുല കോമ്പൗണ്ട് കേസിലെ എമൗണ്ട് ഫോർമുല എന്ന് പറയുന്നത് എ എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു ടി എന്ന് പറയുന്നതാണ് നമ്മുടെ എമൗണ്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി നമുക്ക് ആ 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു ടി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അത് എടുക്കുവാണെങ്കിൽ 1 പ്ലസ് ആർ എന്ന് പറയുന്നത് 5% ആണ്. സോ ബൈ ടി ആൻഡ് 2 വർഷത്തേക്കാണ് അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ അകത്തൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് 20 എന്ന് വരും. സോ ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ 21/20യുടെ സ്ക്വയർ എന്ന് വരും. സോ അവിടെ നിന്ന് നമുക്ക് ആ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതെന്ന് പറയുന്നത് 441/400 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ 441 എന്ന് പറയുന്നതാണ് നമ്മുടെ എമൗണ്ടും അതുപോലെ തന്നെ ഈ 400 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പൊ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ 441 എന്ന് പറയുന്നതാണ്
1323 എന്ന് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, നമുക്കിവിടെ അവസാനം 1 ആണുള്ളത്. ഈ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3 വരുന്നത്? ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ്. നമുക്ക് ചുമ്മാ റഫ്ലി നോക്കിയാലും കാണാൻ പറ്റും. 400നെ നമ്മൾ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1200 ആവുന്നത്. ദെൻ 40നെ നമുക്ക് 3 വട്ടം എടുക്കുമ്പോൾ 120 എന്നും വരും. 1നെ 3 ടൈംസ് എടുക്കുമ്പോൾ 3 എന്ന് വരും. സോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ 1323 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി 441 ഇൻറ്റു 3 ആണ് നമ്മുടെ എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ 400 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്കത് 1200 എന്ന് നമ്മുടെ പ്രിൻസിപ്പളുടെ വാല്യൂ കിട്ടും. സോ ആൻസർ 1200. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് വഴി നമുക്ക് ആ ഒരു പ്രിൻസിപ്പളുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. സോ 1200 ആണ് നമ്മുടെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ആ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് കിട്ടുന്ന സമയത്ത് അതിനെ ആ രീതിയിൽ തന്നെ വിത്ത് ഡെസിമൽ നമ്മൾ ഒരിക്കലും എടുക്കില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷനിൽ വരും. ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് ആ വാല്യൂസ് തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമോ. വളരെ അടുപ്പിച്ചടുപ്പിച്ച് തരുന്നതിന് പകരം അത്യാവശ്യം കുറച്ചെങ്കിലും ലൈക്ക് ഒരു 3 to 4 എങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഒരിക്കലും അതിനെ പ്രോപ്പർലി സോൾവ് ചെയ്യില്ല. അതിനെ അപ്രോക്സിമേറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അപ്രോക്സിമേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊന്ന് റീഅറേഞ്ച് കൂടി ചെയ്യാം. സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് 779 അല്ലെങ്കിൽ നമുക്ക് തന്നെ 780 എന്ന് എടുക്കാം, പ്ലസ് 242 മൈനസ് 832. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് വളരെ പെട്ടെന്ന് ഇനി ഇതിനെ ഒന്ന് എഴുതാതെ നമുക്ക് സോൾവ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ നിന്ന് കാണാം 7 + 2 9 ആണ്. ആൻഡ് 9 ന്ന് 8 കുറച്ചാൽ എത്ര വരും? 1 എന്ന് വരും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത 42 നിന്ന് 32 മൈനസ് 10 എന്ന് വരും. നമ്മളുടെ 79ന്റെ കൂടെ 10 കൂടി പ്ലസ് ചെയ്ത് നമുക്ക് എത്ര വരും? 89 എന്ന് വരും. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതാതെ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഓൺ സ്ക്രീൻ തന്നെ നമുക്ക് സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, റഫ് പേപ്പറിലേക്ക് എഴുതി എടുക്കാതെ തന്നെ. സോ ആൻസർ 189ന്റെ അടുത്ത് വരും. സോ നമുക്ക് കാണാൻ പറ്റും 189.57 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 189.57. സോ ഇതേപോലത്തെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് വരുവാണെങ്കിൽ ഒരിക്കലും അതിനെ പ്രോപ്പർലി എഴുതി സോൾവ് ചെയ്യല്ല. ഇൻഫാക്ട് പെൻ ആൻഡ് പേപ്പർ പോലും യൂസ് ചെയ്യല്ല. നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് തന്നെ ഓൺ സ്ക്രീൻ അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് അടുത്താണ് തന്നിരിക്കുന്നെങ്കിൽ, അടുത്തല്ല തന്നിരിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് റഫ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു ഓൾജിബ്രയുടെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇഫ് x plus y plus z equal to 9 and xy plus yz plus zx equal to 20, find x square plus y square plus z square എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടി റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഫോർമുല എന്ന് പറയുന്നത് x plus y plus z ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് x square plus y square plus z square plus 2 into xy plus yz plus zx എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മൂന്ന് തന്നിരിക്കുന്നത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ അറിയാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് x plus y plus z തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് 9 എന്ന് തന്നിരിക്കുന്നത്. സോ 9ന്റെ സ്ക്വയർ എടുത്താൽ മതി നമുക്കിവിടെ. ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന xy plus yz plus zx നമുക്ക് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു തന്നിരിക്കുന്ന പോർഷന്റെ വാല്യൂ ആണ് നമുക്കിവിടെ 20 എന്ന് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ 2 into 20 ചെയ്യുമ്പോൾ അവിടുത്തെ വാല്യൂ വരും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് x square plus y square plus z square കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി അത് കണ്ടുപിടിക്കാം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ആ x square plus y square plus z square എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 എന്ന് വരും. ആൻഡ് ഇവിടുത്തെ ഈ പോർഷനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2 into 20 നമുക്ക് 40 എന്ന് വരും. സോ 81 നിന്ന് 40 കുറച്ചാൽ നമുക്ക് 41 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. സോ ആ ഒരു x square plus y square plus z square വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 41 എന്ന ആൻസർ വരും. സോ ഫോർമുല അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ജസ്റ്റ് അഗെയിൻ നമുക്ക് ഓൺ സ്ക്രീൻ തന്നെ അത്യാവശ്യം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു പോർഷനെ. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ഇഫ് 1/4 of a number is 72, then what will be its 2/3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്പറിന്റെ 1/4 എന്ന് പറയുന്നതാണ് 72. അപ്പോൾ 1 എന്ന് പറയുന്നതാണ് ആക്ച്വലി ആ 72 കൊണ്ട് 72 എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 4 പാർട്ട് എത്രയാണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോട്ടൽ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. അപ്പം 1 എന്ന് പറയുന്നതാണ് 72 എങ്കിൽ 4 into 72 എടുത്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ 4 into 7 എന്ന് പറയുന്നത് 28 ആണ്. ദെൻ 2 into 4 എന്ന് പറയുന്നത് 8 ആണ്. സോ 288 ആണ് നമ്മുടെ ആ റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതേ നമ്പറിന്റെ 2/3 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 288ന്റെ തന്നെ 2/3 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 9 ടൈംസും ദെൻ 6 എന്ന് വരും.
സോ 96ന്റെ ഡബിൾ ആണ് എടുക്കേണ്ടത്. സോ 96ന്റെ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് 192 എന്ന് വരും. 192. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 192 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് അതിനെ വളരെ പെട്ടെന്ന് അല്ലാതെ അപ്രോച്ച് ചെയ്യാം. ബിക്കോസ് 1/4 എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പോർഷനാണ്. അതെന്ന് പറയുന്നത് 72 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ തന്നെ 2/3 എന്ന് പറയുമ്പോൾ ഈ 72നേക്കാളും വലുതായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 64 എന്തായാലും ആൻസർ വരത്തില്ല, 54 ആൻസർ വരത്തില്ല. പിന്നെ നമുക്ക് ഈ 2/3 എന്ന് പറയുമ്പോൾ ഈ 1/4 എന്ന് പറയുമ്പോൾ 72 ആണെങ്കിൽ നമ്മൾ അതിന്റെ 2/4 എടുക്കുകയാണെങ്കിൽ പോലും ഹാഫ് എടുത്താൽ പോലും അത് 140 റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പൊ 2/3 എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനേക്കാളും വലുതായിരിക്കും വരേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും 96ഉം വരത്തില്ല. പിന്നുള്ള പോസിബിലിറ്റി 192 മാത്രമാണ്. സോ അങ്ങനെയും ലോജിക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റിന്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. സോ എഗെയിൻ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് റെയിൽവേയുടെ എക്സാംസിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള, റെയിൽവേയുടെ RPFന്റെ എക്സാമിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലിൽ പോയി കാണാവുന്നതാണ്. ആൻഡ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് അത് കാണാവുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നത്, ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ഇനി മുമ്പോട്ടുള്ള ഈ ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസും ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡ് വിട്ടിട്ടുള്ള വളരെ പെട്ടെന്ന് കമ്പാരിസൺ വഴിയും ലോജിക് വഴിയും ഓപ്ഷൻ വഴിയും ചെയ്യാനുള്ള മെത്തേഡ്സ് കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ വരുന്ന സെഷനിൽ മീറ്റ് ചെയ്യാം.